ഇന്ന് നമ്മുടെ ടോപ്പിക് കുഡ് എന്ന മോഡൽ വെർബിൻ്റെ ഡിഫറെൻറ്റ് യൂസസ് ആണ്. കുഡ് എന്ന മോഡൽ വെർബിന് ഒരുപാട് യൂസസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ക്യാൻ എന്ന മോഡൽ വെർബ് എല്ലാവർക്കും അറിയാം. ക്യാൻ എന്നാൽ കഴിയുക, സാധിക്കുക എന്നൊക്കെയല്ലേ അർത്ഥം. ഫോർ എക്സാമ്പിൾ, എനിക്ക് പാടാൻ കഴിയും, ഐ ക്യാൻ സിങ്. എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡാൻസ്. അങ്ങനെയല്ലേ പറയുക. അത് നമ്മുടെ ഇപ്പോഴത്തെ എബിലിറ്റിയാണ് പറയുന്നത്, ജനറൽ എബിലിറ്റി. എനിക്ക് പാടാൻ കഴിയും, ഡാൻസ് ചെയ്യാൻ കഴിയും, അതല്ലെങ്കിൽ എനിക്ക് ഓടാൻ കഴിയും, എനിക്ക് ചാടാൻ കഴിയും എന്നൊക്കെ പറയുന്നത് നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ക്യാൻ എന്ന മോഡൽ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. അപ്പോൾ സാധിച്ചു എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. ഐ കുഡ് സിങ്, എനിക്ക് പാടാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഐ കുഡ് ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് ഗോ ദർ, എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞു. അപ്പോൾ സാധിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം. പിന്നെ കഴിയുമായിരുന്നു. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുൻപ് അതല്ലെങ്കിൽ പാസ്റ്റിൽ നമുക്ക് സാധിക്കുമായിരുന്ന കാര്യങ്ങളുണ്ട്, കഴിയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് സാധിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ മരം കയറാൻ അറിയുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരുപാട് പണ്ട് പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് എനിക്ക് മരം കയറാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഐ കുഡ് ക്ലൈംബ് ട്രീസ് വെൻ ഐ വാസ് യങ്. മരം കയറാൻ കഴിയുമായിരുന്നു എന്നത് ഇപ്പോൾ കഴിയണമെന്നില്ല. അപ്പോൾ കഴിയുമായിരുന്നു എന്നർത്ഥത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നീന്താൻ കഴിയുമായിരുന്നു. ഇവിടെയൊക്കെ കുഡ് എന്ന മോഡൽ വേർബിനൊപ്പം ഉപയോഗിക്കുന്നത് V1 ഫോമാണ്. ഐ കുഡ് സിങ് എന്ന് പറയുമ്പോൾ അത് ബേസ് ഫോം ഓഫ് ദ വേർബാണ്. ഐ കുഡ് ഡാൻസ് എന്ന് പറയുമ്പോഴും അത് ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദ വേർബ്. കുഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് V1 ഫോം, കുഡ് പ്ലസ് V1 ഫോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുഡിൻ്റെ ഒരു യൂസാണ്. അപ്പോൾ പാസ്റ്റ് എബിലിറ്റി കാണിക്കുന്നതിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മുൻപ് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ പാസ്റ്റ് എബിലിറ്റി. ഇനി നമുക്ക് പോസിബിലിറ്റി, പ്രസൻറ്റ് പോസിബിലിറ്റി, സാധ്യത, അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ പോസിബിലിറ്റി പറയാനും കുഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് കുഡ് റെയിൻ ടുമാറോ. ഇറ്റ് കുഡ് റെയിൻ ടുമാറോ. മഴ പെയ്യാനൊരു സാധ്യത നമ്മൾ കാണുന്നു. അത് അവിടെ ക്യാൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ക്യാൻ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. പക്ഷേ കുഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സാധ്യത കുറവാണ്. അപ്പോൾ ഇറ്റ് കുഡ് റെയിൻ ടുമാറോ നമുക്ക് ഉറപ്പില്ല, അതൊരു സാധ്യതയാണ്. ഇറ്റ് കുഡ് റെയിൻ ടുമാറോ എന്ന് പറയാം. അതൊരു ഫ്യൂച്ചർ പോസിബിലിറ്റി. ഐ കുഡ് മീറ്റ് ഹിം ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് അവനെ മീറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും. അതായത് അതും ഒരു സാധ്യതയാണ്. അപ്പോൾ അതൊരു ടുഡേ നടക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മളൊരു സാധ്യത കാണുന്നു, അവിടെയും നമുക്ക് കുഡ് ഉപയോഗിക്കാം. അതും ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ പ്രസൻറ്റ് പോസിബിലിറ്റി അതുപോലെ തന്നെ ഫ്യൂച്ചർ പോസിബിലിറ്റി പറയാനും കുഡ് ഉപയോഗിക്കാം. അവിടെയും കുഡ് പ്ലസ് V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹി കുഡ് ബി ഇൻ ദ ഓഫീസ് എന്ന് പറയുമ്പോൾ ഹി കുഡ് ബി ഇൻ ദ ഓഫീസ്. അവിടെ നമ്മൾക്ക് ഉറപ്പില്ല, ഓഫീസിലുണ്ടാവുമായിരിക്കും എന്ന അർത്ഥത്തിലാണ് ഹി കുഡ് ബി ഇൻ ദ ഓഫീസ്. ഷീ കുഡ് ബി അറ്റ് ഹോം. അവൾ വീട്ടിലുണ്ടായിരിക്കും, അവൻ ഓഫീസിലുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് കുഡ് ഉപയോഗിക്കാം. അതും പോസിബിലിറ്റി തന്നെയാണ്. ഇനി പൊളൈറ്റായിട്ടുള്ള റിക്വസ്റ്റുകൾ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യുമോ, അതല്ലെങ്കിൽ ആ ഫാൻ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യുമോ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്നൊക്കെ ചോദിക്കില്ലേ. വളരെ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡ് യു പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. നിങ്ങൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ. കുഡ് യു പ്ലീസ്, അതല്ലെങ്കിൽ കുഡ് യു ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് എന്നും ചോദിക്കാം. കുഡ് യു ഓപ്പൺ ദ ഡോർ പ്ലീസ്. നിങ്ങൾക്ക് ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ. കുഡ് യു സ്വിച്ച് ഓൺ ദ TV. നിങ്ങൾക്ക് ആ TV ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റുമോ. അവിടെയൊക്കെ വളരെ പൊളൈറ്റായിട്ടുള്ള റിക്വസ്റ്റിനാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. ഇനി പെർമിഷൻസ്. കുഡ് ഐ ടോക്ക് ടു ഹിം ഫോർ 2 minutes. കുഡ് ഐ ടോക്ക് ടു ഹിം ഫോർ 2 minutes.
അതൊരു പെർമിഷൻ, അനുവാദം ചോദിക്കലാണ്. അവിടെയും നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡ് ഐ ടോക്ക് ടു ഹിം ഫോർ 2 minutes? ഒരു 2 മിനിറ്റ് എനിക്ക് അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? കുഡ് ഐ സ്പെൻഡ് സം ടൈം വിത്ത് ഹിം? എനിക്ക് കുറച്ച് സമയം അവൻ്റെ കൂടെ ചെലവഴിക്കാൻ പറ്റുമോ? പെർമിഷൻ ചോദിക്കുന്നതാണ്. കുഡ് ഐ സ്പെൻഡ് സം ടൈം വിത്ത് ഹിം? അവിടെയും കുഡ്. ഇനി നമ്മൾ സജഷൻസ് വയ്ക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരാളോട് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതാണ്. യു കുഡ് ആസ്ക് യുവർ സിസ്റ്റർ ടു ലെൻഡ് യു സം മണി? നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്ററോട് കുറച്ച് പൈസ കടം തരാൻ ചോദിക്കാം. ചോദിച്ചുകൂടെ എന്ന് ചോദിക്കില്ലേ? അതൊരു നിർദ്ദേശമാണ്, സജസ്റ്റ് ചെയ്യുന്നതാണ്. യു കുഡ് ആസ്ക് യുവർ സിസ്റ്റർ ടു ലെൻഡ് യു സം മണി. ഇനി മേക്കിംഗ് ഓഫേഴ്സ്. കുഡ് ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക് സർ? കുഡ് ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക് സർ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സാറിന് കുടിക്കാൻ എന്തെങ്കിലും ഞാൻ കൊണ്ടുവരട്ടെ? അതും വളരെ ഒരു റിക്വസ്റ്റ് രൂപത്തിലാണ് നമ്മൾ അത് ചോദിക്കുന്നത്. അതൊരു ഓഫറാണ്. കുഡ് ഐ ഗെറ്റ് യു സംതിങ് ടു ഡ്രിങ്ക് സർ? ഇനി കുഡ് ഹാവ്, കഴിയുമായിരുന്നു എന്ന അർത്ഥത്തിൽ നമുക്ക് കുഡ് ഹാവ് ഉപയോഗിക്കാം. പക്ഷേ കുഡ് ഹാവിൻ്റെ ഒപ്പം V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്, വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് ഇപ്പോൾ ഒരു കാര്യം, പാസ്റ്റിൽ ഒരു കാര്യം നടന്നു, ഒരു കാര്യം കഴിഞ്ഞു, പക്ഷേ അതിനെപ്പറ്റി നമ്മൾ എനിക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, അതല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, പക്ഷേ അത് വേണമെങ്കിൽ അത് സാധിക്കുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറില്ലേ? എനിക്ക് ആ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. എനിക്ക് ഒരു സ്റ്റേജിൽ ഒരു പാട്ട് പാടാൻ കഴിയുമായിരുന്നു, പക്ഷേ ഞാൻ പാടിയില്ല. എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പലതും നമുക്ക് കഴിയുമായിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വേറെ പല റീസൺസ് കൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കും. അത് പിന്നീട് നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചിന്തിക്കുകയാണ്, എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊക്കെ പറയില്ലേ? അവിടെയാണ് കുഡ് ഹാവ് പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് അവിടെ പോകാൻ കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ ദർ. ഐ കുഡ് ഹാവ് ഗോൺ എന്നത് ഗോ എന്ന വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. യു കുഡ് ഹാവ് കം ഹിയർ. നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുമായിരുന്നു പക്ഷേ വന്നില്ല എന്നതാണ്. യു കുഡ് ഹാവ് കം ഹിയർ. അവിടെയും കുഡ് ഹാവ് പ്ലസ് കം എന്നത് കം എന്ന വേർബിൻ്റെ V3 ഫോമാണ്. കം, കേം, കം. ഹീ കുഡ് ഹാവ് ഹെൽപ്ഡ് യു. അവന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു, ഹെൽപ്ഡ്, പക്ഷേ ചെയ്തില്ല. യു കുഡ് ഹാവ് ബീൻ ഇൻ ദ ഓഫീസ് ദാറ്റ് ഡേ. നീ ആ ദിവസം ഓഫീസിൽ ഉണ്ടാകാൻ കഴിയുമായിരുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല. യു കുഡ് ഹാവ് ബീൻ ഇൻ ദ ഓഫീസ്. യു കുഡ് ഹാവ് ബീൻ ഇൻ ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ യു കുഡ് ഹാവ് ബീൻ, അവിടെ ബീൻ ഉപയോഗിച്ചിരിക്കുന്നത് ബി എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അവിടെ അതൊരു ആക്ഷൻ വേർബ് അല്ല. അവിടെ ഉണ്ടാവുക എന്നത് അവിടെ ആ സമയത്ത് അവിടെ പ്രസൻ്റ് ആയിരിക്കണമായിരുന്നു, അവിടെ ആ പ്രസൻസ് ഉണ്ടാകണമായിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ നിനക്ക് ഉണ്ടാകാൻ കഴിയുമായിരുന്നു. യു കുഡ് ഹാവ് ബീൻ ഇൻ ദ ഓഫീസ്. ഹാവ് ബീൻ എന്നത് ബി എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ബി, പിന്നെ വാസ് അല്ലെങ്കിൽ വേർ ആണ് സെക്കൻഡ് ഫോം, തേർഡ് ഫോമാണ് ബീൻ. അപ്പോൾ യു കുഡ് ഹാവ് ബീൻ ദ ഓഫീസ്, നിനക്ക് അവിടെ ഉണ്ടാകാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു, പക്ഷേ ഉണ്ടായില്ല. ഇനി കുഡ് ബി ഉപയോഗിക്കുമ്പോൾ കുഡ് ബിയുടെ കൂടെ ഒരു V3 ഫോം ഉപയോഗിക്കാം. കുഡ് ബിയുടെ കൂടെ V3 ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അത് പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ് ഉപയോഗിക്കുന്നത്. പാസീവ് വോയിസ് സെൻറ്റൻസുകളിൽ ഇപ്പോൾ സാധാരണ എല്ലാ മോഡൽ വേർബ്സും ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബി ചേർക്കാറുണ്ട്. ഇപ്പോൾ ഐ ക്യാൻ സിങ് എ സോങ് എന്നത് എ സോങ് ക്യാൻ ബി സങ് എന്നല്ലേ പറയുന്നത്. അതുപോലെ കുഡ് ആണെങ്കിൽ അത് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ കുഡ് ബി. ഐ കുഡ് റൈറ്റ് എ ലെറ്റർ എന്നതിന് എ ലെറ്റർ കുഡ് ബി റിട്ടൺ എന്നാവും. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസുകളിലെല്ലാം നമുക്ക് കുഡ് ബി ഉപയോഗിക്കണം. കുഡ് ബി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം.
A letter could be written. The books could be sold. This work could be done. ഇതെല്ലാം പാസീവ് വോയിസ് സെൻറ്റൻസുകളാണ്. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസുകളിൽ കുഡ് ബിയുടെ യൂസ് ഉണ്ട്. ഇനി കുഡ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം. കുഡ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ്. ഫോർ എക്സാമ്പിൾ, ദ ലെറ്റർ കുഡ് ഹാവ് ബീൻ സെൻറ്റ്. ഈ ലെറ്റർ അയക്കപ്പെടുക എന്നാണല്ലോ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ. അവിടെ നമുക്ക് സബ്ജക്റ്റ് ഇല്ല. ദിസ് ലെറ്റർ കുഡ് ഹാവ് ബീൻ സെൻറ്റ്. സെൻറ്റ് എന്നത് V3 ഫോമാണ്. ഈ ലെറ്റർ അയക്കപ്പെടാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ദിസ് ലെറ്റർ കുഡ് ഹാവ് ബീൻ സെൻറ്റ്. അപ്പോൾ കുഡ് ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സെൻറ്റ്. ഈ കുഡ് ഹാവ് ബീൻ ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം അത് പാസീവ് വോയിസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. ദ ലെറ്റർ എന്നത് അവിടെ ഡുവർ ഓഫ് ദ ആക്ഷൻ അല്ല. അതേസമയം ഐ കുഡ് ഹാവ് സെൻറ്റ് ദ ലെറ്റർ എന്നായിരുന്നെങ്കിൽ അത് ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. അവിടെ ഒരു ബീൻ ആവശ്യമില്ല. ഐ കുഡ് ഹാവ് സെൻറ്റ് ദ ലെറ്റർ, എനിക്ക് ആ ലെറ്റർ അയക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ്. അതേസമയം ദ ലെറ്റർ കുഡ് ഹാവ് ബീൻ സെൻറ്റ് ബൈ മീ, എനിക്ക് ആ ലെറ്റർ അയക്കപ്പെടാൻ കഴിയുമായിരുന്നു എന്നാണ്. അയക്കപ്പെടുക എന്നൊന്നും നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കാറില്ല. എങ്കിലും അത് ആ മീനിങ് ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാനങ്ങനെ പറഞ്ഞത്. കുഡ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം വരുന്നത് പാസീവ് വോയിസിലെ സെൻറ്റൻസുകളിലാണ്. ഇനി നമ്മൾ വിഷ്, ഐ വിഷ്, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, അവൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ. വിഷ് എന്നുള്ള ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുഡിൻ്റെ ഉപയോഗമുണ്ട്. ഐ വിഷ് ഐ കുഡ് സീ അമിതാഭ് ബച്ചൻ. എനിക്ക് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അമിതാഭ് ബച്ചനെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഐ വിഷ് ഐ കുഡ് ടോക്ക് ടു യു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെയും വിഷ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കുഡിൻ്റെ ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷണൽ സെൻറ്റൻസസ്, അവിടെയും കുഡ് ഉപയോഗിക്കാം. ഇഫ് ഐ ഹാഡ് മെറ്റ് യു, ഐ കുഡ് ഹാവ് ഗിവൺ എ ഗിഫ്റ്റ്. ഇഫ് ഐ ഹാഡ് മെറ്റ് യു, ഞാൻ നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ, മീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ സാധിക്കുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗിവൺ യു എ ഗിഫ്റ്റ്. അതുപോലെ ഇഫ് ഐ സോ യു, ഐ കുഡ് ഗിവ് യു എ ഗിഫ്റ്റ്. ഞാൻ നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് എനിക്ക് തരാൻ സാധിച്ചേനെ, എനിക്ക് തരാൻ കഴിഞ്ഞേനെ. അപ്പോൾ ഒരുപാട് യൂസസ് കുഡ് എന്ന മോഡൽ വേർബിന് ഉണ്ട്. ഈ ഒരു ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.